ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഈദ് പെരുന്നാളൊക്കെ ആഘോഷിച്ച് എല്ലാവരും ബിരിയാണിയും നെയ്ച്ചോറ് അതുപോലെ മന്തി റൈസൊക്കെ കഴിച്ച് മനമടുത്തിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഒരു പലഹാരം ഉണ്ടാക്കി കഴിക്കാം. ഞാൻ ഇന്ന് ചിക്കൻ ബോൾസ് വിത്ത് വൈറ്റ് സോസാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് വിരുന്നുകാർക്കൊക്കെ വിളമ്പാൻ പറ്റിയൊരു ഐറ്റമാണ്. നമുക്കിത് 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ചേർക്കാവുന്നതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ജിഞ്ചർ ചേർക്കുക, 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ചെറിയ പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചോപ്പ് ചെയ്ത 1 മീഡിയം സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്ത് സവാള ഏകദേശം ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യുക. ഒരു 3-4 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. മീഡിയം ഹീറ്റിൽ വയ്ക്കരുത്, പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തത്. അതുകൊണ്ട് കുറച്ച് വെറ്റായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. നമ്മളിതിലേക്ക് പൊട്ടേറ്റോ ഒന്നും ചേർക്കുന്നില്ല. ഉരുട്ടിയെടുക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഇത്രയും നനഞ്ഞ രൂപത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത കോറിയാണ്ടർ ലീവ്സും കൂടി ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാറ്റി വെച്ച് തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം ഈ ഫില്ലിങ് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയാൽ മതിയാകും. നന്നായി പ്രസ് ചെയ്ത് ഉരുട്ടിയെടുത്താൽ നല്ലതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ഈ ഫില്ലിംഗ് എല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പം ഞാൻ ആ ഫില്ലിംഗ് എല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. 10 ചെറിയ ഉരുളകളാണ് ഞാൻ ആക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനുള്ള കവറിങ് റെഡിയാക്കാം. അതിനുവേണ്ടി 5 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. അരികെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. മൈദയിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കാം. 1/3 കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയില്ലാതെ കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ അരി കളഞ്ഞു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് പൊടിച്ച് ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ അയവിൽ നമുക്കിത് നല്ലതുപോലെ കുഴച്ച് എടുക്കാം. കുറച്ച് ലൂസായി പോയെങ്കിൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് ബ്രെഡ് ചേർത്ത് തേച്ച് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലൂസായി പോയെന്ന് ഓർത്ത് വിഷമിക്കണ്ട. നമുക്ക് ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ അരികെ കളഞ്ഞ് വീണ്ടും ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നന്നായിട്ട് തേച്ച് കുഴച്ചെടുത്താൽ ശരിക്കും ചപ്പാത്തി മാവിൻ്റെ അയവിൽ കിട്ടും. ഇപ്പം നമ്മുടെ കവറിങ്ങിനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റഫ് ചെയ്തെടുക്കാം. കൈവെള്ളയിൽ അല്പം വെള്ളം തടവിയതിന് ശേഷം
ഈ മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് അല്പം വെള്ളം തടവുന്നത്, അല്ലെങ്കിൽ എണ്ണ തടവിയാലും മതിയാകും. ഇത് നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. ഈ മാവ് പരത്തിയെടുത്തതിന് ശേഷം ഓരോ ഉരുളയും വെച്ചിട്ട് നന്നായിട്ട് ഇത് കവർ ചെയ്തെടുക്കാം. മാവ് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം വിരലിൽ മുക്കിയിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഉരുട്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ആദ്യത്തെ ചിക്കൻ ബോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ള എല്ലാം റെഡിയാക്കാം. ഇതിപ്പോൾ നമ്മുടെ അവസാനത്തെ ചിക്കൻ ബോളാണ്. ഇതും നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. കവറിങ് തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ ബ്രെഡ് ഉപയോഗിച്ച് കവറിങ് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം വിരലിൻ്റെ അറ്റം മുക്കി നമുക്കിത് ഒട്ടിച്ച് നന്നായിട്ട് സീൽ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഉരുട്ടി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ ചിക്കൻ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് ഡ്രോപ്സ് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഈ ബോൾസ് എല്ലാം നിരത്തി വയ്ക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഉരുളകൾ ഓരോന്നും പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം മീഡിയം ഹീറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് സ്പൂൺ കൊണ്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എണ്ണ ഇതുപോലെ ഡ്രോപ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ബോൾസ് ഓരോന്നും തിരിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എണ്ണ വീണ്ടും വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഡ്രോപ്സ് ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. നമുക്കിത് പാനിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒത്തിരി ഡ്രൈ ആയി പോകണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് എണ്ണ ഇതുപോലെ ഡ്രോപ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കണം. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഈ ബട്ടറുമായിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത മണം വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദ മാവ് ചേർത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിൻ്റെ കളറൊക്കെ ഏകദേശം യെല്ലോ കളറാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 500 മില്ലി പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് കുറേശ്ശെ ചേർത്തിട്ട് കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പാലെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഹീറ്റിലിട്ട് മാറ്റാം. പാല് കുറേശ്ശെ ചേർത്ത് വേണം ഇതിൽ മിക്സ് ചെയ്യാനായിട്ട്. അതിനുശേഷം പാലെല്ലാം ചേർത്തതിന് ശേഷം മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഒത്തിരി ഉപ്പ് ചേർക്കരുത്, വളരെ നേരിയ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഉപ്പ് ചേർത്തതിന് ശേഷം 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കാം. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്തതും കൂടി തൂവി കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക. മീഡിയം ഹീറ്റിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ബോൾസ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ചിക്കൻ ബോൾസ് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ താഴെ സ്റ്റിക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ചിക്കൻ ബോൾസ് എല്ലാം ചേർത്തതിന് ശേഷം ഈ ഗ്രേവി എല്ലാം ഇതിൻ്റെ പുറത്തേക്ക് സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്നിങ്ങനെ കോരി ഒഴിച്ച് കുക്ക് ചെയ്തതിന് ശേഷം
നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പുറത്തേക്ക് ഗ്രേറ്റഡ് ക്യാരറ്റും കോറിയൻഡർ ലീവ്സും സ്പ്രെഡ് ചെയ്ത് നമുക്ക് അലങ്കരിക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ചിക്കൻ ബോൾസ് വിത്ത് വൈറ്റ് സോസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റാണ്. വിരുന്നുകാർക്കൊക്കെ കൊടുക്കാനും വളരെ നല്ലതാണ്. 3-4 ദിവസമൊക്കെ നമ്മൾക്ക് ഫ്രിഡ്ജിൽ ഇത് ചെറിയ ചെറിയ കണ്ടെയ്നറിലാക്കിയാൽ നമുക്ക് ആവശ്യമനുസരിച്ച് ചൂടാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.